കില്ലടികളെ അങ്ങനെ നമ്മുടെ പുതിയ സ്ക്രിപ്റ്റുമായി വന്നിരിക്കുകയാണ് നമ്മുടെ MRC ഗ്യാങ് കില്ലടികളെ എന്ന് വെച്ചാൽ MRC തൊപ്പി അവർ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് കളിച്ച് പോയതാണ് കില്ലടല. നമ്മൾ ഞാൻ പറഞ്ഞ ചിലത് കില്ലടല എന്ന് വെച്ചാൽ ചിലത് ജെന്യൂൻ ആയിരിക്കും, പക്ഷെ ചിലത് വൻ സ്ക്രിപ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ അന്നത്തെ ഒരു സംഭവത്തിന് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഷമീർ ഇരിക്കുന്നത്, മറ്റേ ബാക്കി കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചിരിച്ച സംഭവങ്ങൾ റാമ്പൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ മുമ്മുവിന്റെ പ്രശ്നം വന്നപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ മുമ്പിൻ്റെ ഇല്ല വേറെ എന്തൊക്കെ പ്രശ്നം വന്നപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ കില്ലട അന്വേഷിച്ച് അറിയാൻ പറ്റുക എന്ന് വെച്ചാൽ കുറേ പേരൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ തൊപ്പിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരക്ടർ ആ ഒരു ലൈവിലുള്ള ക്യാരക്ടർ വേറെ നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടർ എന്ന് വെച്ചാൽ അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർക്ക് പറഞ്ഞു. പിന്നെ തൊപ്പിയുടെ ലൈവിൽ പോയ കുറേ പേര് തന്നെ എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ട്രീമിങ്ങിൽ വന്നിട്ട് കമന്റ് കേൾക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാ അവർ ഫുൾ സ്ക്രിപ്റ്റഡ് ആണ്, ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു. സോ അവരെ നമ്മളെന്താ നമ്മുടെ ലൈവിൽ കൊണ്ടുവരുന്നതാണ്, നമ്മുടെ സ്ട്രീമിങ്ങിൽ കൊണ്ടുവരുന്നതാണ്. നമുക്ക് യൂട്യൂബിൽ സ്ട്രൈക്ക് കിട്ടി, സോ നമ്മൾ കിക്കിൽ കയറിയിട്ട് സോ നമ്മൾ അതിൽ കൊണ്ടുവരും, എന്തായാലും കൊണ്ടുവരില്ല എന്ന് വെച്ചാൽ എന്തായാലും കൊണ്ടുവരും. നമ്മൾ തെറ്റ് ചെയ്ത് ശിക്ഷപ്പെടണം എന്നാണല്ലോ. സോ ആൾക്കാർ പറ്റിച്ചിട്ട് ആരും ജീവിക്കണ്ട. ഓക്കെ, പറ്റിച്ച് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഫേക്ക് ആയിട്ട് ജീവിക്കരുത്. ഓക്കെ, ഫേക്ക് മീൻസ് അഭിനയിച്ചിട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ഷോർട്സ് കണ്ടില്ല, തൊപ്പിയുടെ ഒരു പ്രൊഫൈൽ അവരുടെ തന്നെ ഷോർട്സ് കണ്ടാണ് ഇടയ്ക്കില്ല. ഞാൻ ഇതിട്ട് വെക്കാം. ഓക്കെ, MRC തൊപ്പി ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ചാനലുണ്ട്, അത് തന്നെ അവരിട്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്ന സമയത്ത് ഷമീർ പെട്ടെന്ന് ചിരിക്കുന്നുള്ളത്. അപ്പോൾ കമന്റ് ബോക്സ് മൊത്തം അടുത്ത സ്ക്രിപ്റ്റ് കണ്ട് സംഭവം ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി വെച്ചാൽ പറയാട്ടില്ല. എനിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ടാണ്, സ്ക്രിപ്റ്റഡ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രശ്നമില്ല, ലൈവ് ഫുള്ളായി ഞാൻ കാണാൻ പറ്റില്ല. ആ ഒരു സംഭവം കണ്ടപ്പോൾ തന്നെ എനിക്ക് സ്ക്രിപ്റ്റഡ് ഒക്കെ ആയിട്ട് ഏകദേശം ഒരു സിങ്ക് ചെയ്യാൻ പറ്റി. ഫോർ മൈ ഒപ്പീനിയൻ, നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടെ, ഞാൻ പ്ലേ ചെയ്യാം. ഒഫീഷ്യലി ഗ്യാങ് മെമ്പർ അല്ല, അത് കുഴപ്പമില്ല. ഇവിടെ അടിയാക്കല്ല, ഇവിടെ ഗസ്റ്റ് ഭയങ്കര ഭയങ്കര നീ ഓവർ തിങ്ക് ചെയ്യല്ലേ? നീ എന്തിനാ ഓവർ തിങ്ക് ഉള്ള കാര്യം പറയുന്നത്? ഓനാണ് സങ്കടം പിടിക്കാൻ വേണ്ടി താല്പര്യമില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? നമുക്ക് താല്പര്യമില്ലെങ്കിലോ? നിനക്ക് താല്പര്യം നീ പോയി, എനിക്ക് അത്രക്ക് താല്പര്യം ഉറപ്പാണ് നീ പോയി. ഞാൻ എന്നെ വിളിക്കാൻ നിൽക്കൂല ഷമീർ, ഞാൻ കാര്യം പറയില്ല. കുറെ സമയം ദേഷ്യം പിടിക്കാം. ഇവിടെ ഗസ്റ്റ് വന്ന് നിൽക്കുന്ന ആളില്ലേ, ഇവിടെ ഗസ്റ്റ് വന്ന് നിൽക്കുന്ന ആളില്ലേ ഷമീറ? കാണുന്നില്ലേ? ഇതെന്താ നമുക്ക് മാത്രം ഇതോ? എടാ ഇങ്ങ് വാ ഷമീറ, എടാ ഓവറാക്കല്ല. ഞാൻ കാര്യം പറയില്ല, ഞാൻ നിർത്തിന് പോയതാ. നമ്മളുടെ വൻ റൈസ് ആവാൻ സംഭവം പ്രശ്നമാണോ? ഈ സ്ക്രിപ്റ്റഡ് പോലെയൊക്കെ എനിക്ക് കമന്റ് ബോക്സ് കണ്ടപ്പോൾ തോന്നിയില്ലടല്ലേ, സ്ക്രിപ്റ്റഡ് തന്നെ ആയിരിക്കും ഇവിടെ. പെട്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കണ്ടപ്പോൾ ഒറ്റയടിക്ക് റിയാക്ട് ചെയ്താണ്. നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആണല്ലോ, നിങ്ങൾ കമന്റ് ചെയ്യില്ല. എനിക്ക് എന്തൊക്കെയോ സിങ്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് കമന്റ് ബോക്സ് മൊത്തം സ്പാം ചെയ്യുന്നുണ്ട് അൺസബ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു അൺസബ് ചെയ്തിട്ട് പോടാ ഓട്ടെ. ഞാൻ കാര്യം പറയാം, ഞാനൊരു കാര്യം പറട്ടെ. ഞാൻ എനിക്ക് ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടിരിക്കുന്നത്. നിന്നെല്ലാം കുറച്ച് എന്റർടൈൻ ചെയ്യാ ഇതാക്കാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ വെക്കുന്നത്. ഇവിടെ മോണിറ്റൈസേഷൻ വരെ ഓഫാക്കിയിട്ട് ഞാൻ വന്ന് സ്ട്രീം ചെയ്യുന്നു, മനസ്സിലാ? ഞങ്ങൾക്ക് അങ്ങനെ സ്ട്രീം ചെയ്യാൻ കിക്കിന്റെ കോൺട്രാക്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കിക്കിൽ പോയിട്ട് ഞങ്ങൾക്ക് സ്ട്രീം ചെയ്യാം. ഞാനത് ചെയ്യാണ്ട് നിന്നെല്ലാം എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വന്നിട്ട് മോണിറ്റൈസേഷൻ ആഡ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സ്ട്രീം ചെയ്യുന്നത്, മനസ്സിലാ? ഇത് നോക്ക്, ഇതാ ഇവിടെ കുറെ ആൾക്കാർ ഇവിടെ ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. നീയെല്ലാം അൺസബ് ചെയ്ത് എനിക്ക് വലിയ ലോട്ട. ഇത് കണ്ടോ, ഇന്നത്തെ സ്ട്രീമിന്റെ ഇതാണ് മോണിറ്റൈസേഷൻ ആയത്. കണ്ടോ, മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് സ്ട്രീം ചെയ്യുന്നത്. എല്ലാ സ്ട്രീമും ഞാൻ ചെയ്യുന്ന ഓരോ സ്ട്രീമും മോണിറ്റൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വന്നിട്ട് ഞാൻ നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത്, മനസ്സിലാ? അനക്ക് ഉണ്ടാക്കണ്ടല്ലേ, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മനസ്സിലാ? നിങ്ങൾ എന്നെ അൺസബ് ചെയ്യൂ, അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞൊന്നും ലൊട്ടത്തരൊന്നും ഇവിടെ വന്നിട്ട് ഇറക്കണ്ട, മനസ്സിലായി? ഞാൻ ചാറ്റും നോക്കുന്നില്ല, ഞാൻ എൻജോയ് ചെയ്യാൻ പോയത്. മുത്തേ, നിന്റെ ഒന്നും വർത്താനം കേട്ടിട്ട് ഇരിക്കേണ്ട കാര്യം എനിക്കില്ല കേട്ടാ. ഇവിടെ ഓരോരുത്തന്മാർ വന്നിട്ട് തമ്മിൽ തല്ലിക്കലും ലോട്ട അത് കേട്ടിട്ട് കണ്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കാം. അപ്പോൾ അതാണ് കില്ലടല. എല്ലാവരും അൺസബ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി പറയുന്നുണ്ട് അൺസബ് ചെയ്ത് നിങ്ങൾ പൊക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. സംഭവം ശരിയായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിക്ക് ഇപ്പോൾ യൂട്യൂബിൽ വരേണ്ട ഒരു ആവശ്യമില്ല, മനസ്സിലായി? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എന്റർടൈൻ ചെയ്യിക്കുക. പിന്നെ ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയാം, ഇവർക്ക് ഫെയിം ആവണം. പിന്നെ നോർമൽ എന്താ വെച്ചാൽ കിക്ക് പിന്നെ അതുപോലെ ടിച്ച് ലോക്കോ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ സ്ട്രീം ചെയ്തിട്ട് ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇത് കോൺട്രാക്ട് ബേസ് ആണ് കില്ലടല. നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നു. സോ എന്താ വെച്ചാൽ ഇവർക്ക് ഇനി ഒന്നും നേടാനില്ല കില്ലടല. എന്ന് വെച്ചാൽ പൈസയ്ക്ക് പൈസയായി. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ഫെയിം ഇല്ലെങ്കിൽ നമ്മൾ ഫെയിം ആവണം, മനസ്സിലായി? ഇപ്പം നമ്മൾ പൈസ മാത്രമല്ല, പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സംഭവമാണ് ഫെയിം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവർ യൂട്യൂബിലോട്ട് വന്നത്. ഇപ്പം നമ്മുടെ ഐഷോ സ്പീഡ് എടുത്താൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പുള്ളിക്കാരൻ അത് ത്രൂ ഒക്കെ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ വെച്ചാൽ ഇനി ഫേമസ് ആവണം. സോ അതിന് വേറെ വഴി, അത് യൂട്യൂബിനുള്ളൂ. അപ്പോൾ യൂട്യൂബിലോട്ട് വന്നിട്ട് ഇവരെന്താ വെച്ചാൽ എന്റർടൈൻമെന്റ് പ്ലസ് ഫേമസ്, അതാണ് ഇവരുടെ ഉദ്ദേശം. അത് ചെയ്തില്ല, അത് നല്ല രീതിക്ക് നടക്കുന്നുണ്ട് തൊപ്പിയുടെ. അപ്പോൾ തൊപ്പി അതുപോലെ പറഞ്ഞ പോലെ തന്നെ എന്താ വെച്ചാൽ എനിക്ക് ഇതിലിപ്പോൾ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് വേണമെങ്കിൽ അതിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യമാണ് കിടലെ. അപ്പോൾ അതേ പറയുന്നുള്ളൂ. പിന്നെ അൺസബ് ചെയ്യുന്നൊക്കെ പറയുന്നത് ഇതിൽ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ കിടലെ എല്ലാവരും അൺസബ് ചെയ്താൽ കാണാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. എനിക്കെന്തോ സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്നാൽ സ്ക്രിപ്റ്റഡ് എല്ലാന്നും തോന്നുന്നുണ്ട് കിടല. നിങ്ങൾക്ക് എന്താ ഉദ്ദേശിച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അതേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കിടല നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട് കിക്കിലാണ് മാത്രം. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കട്ടെ, അതല്ലേ നമുക്ക് യൂട്യൂബിൽ സംഭവം സ്ട്രീമിങ്ങിന് സ്ട്രൈക്ക് കിട്ടി.
സോ നമ്മൾ കിക്കിലോട്ട് പോയിരിക്കണേ. അപ്പോൾ നമ്മുടെ സ്ട്രീമിംഗ് കാണുന്നവർക്ക് കിക്കിൽ വരാം. അപ്പോൾ ഇത് സ്ക്രിപ്റ്റഡ് ആണോ അല്ല എന്നുള്ളത് നിങ്ങൾ പറയില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. ആസ് എ ഓഡിയൻസ് ആയിട്ടാണ് ഞാനും പറയുന്നത്, റിയാക്ട് ചെയ്യുന്നത്. സോ എനിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്നാൽ സ്ക്രിപ്റ്റഡ് ആയി എല്ലാം തോന്നുന്നുണ്ട്. സോ നോക്കിയാൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ സ്ട്രീമിംഗ് വീഡിയോ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഫുള്ളായിരുന്നു കണ്ടിട്ട് ഞാൻ നാളെ പറയാം. ഓക്കെ, ബൈ.